കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിന്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നൽകി അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്ത് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് ഇപ്പോൾ എവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അവിടെ ഈശോ വളരെ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്ന കാര്യം നശ്വരമായ അപ്പത്തിന് വേണ്ടിയില്ല, മറിച്ച് നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ഈശോ ഇത് പറയാൻ കാരണം, ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകി കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ആളുകളുടെ മനസ്സിലുണ്ടായ ഒരു ചിന്താഗതി ഇതാണ്, ഈശോയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം കിട്ടും, ഈശോയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പട്ടിണി കിടക്കേണ്ട വരത്തില്ല, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അപ്പം നൽകാൻ നമുക്ക് കഴിവുള്ളവനാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ നടന്നാൽ നമുക്ക് അപ്പം കിട്ടും എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി ആ ഒരു മനോഭാവത്തോടു കൂടെ അവർ ഈശോയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈശോ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈശോയെ അന്വേഷിക്കുന്നത്? ഈശോയെ സ്നേഹിക്കുന്നതും ഈശോയെ അനുഭവിക്കുന്നതും അതുപോലെ തന്നെ ഈശോയുടെ കൂടെ ആയിരിക്കാനൊക്കെ നമ്മൾ ഈശോയെ ഇതുപോലെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചോദിക്കും. ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി പിറകെ പോയതുപോലെയുള്ള മനോഭാവമാണോ, അതോ നിത്യജീവന്റെ ആഹാരമായ ക്രിസ്തുവിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് നമുക്ക് വിശ്വാസത്തിൽ ഏറ്റുപറയാൻ പറ്റുന്നുണ്ടോ? ആ ഒരു വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ആ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ കോംപ്രമൈസുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്താറുണ്ട്. വളരെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വസ്ത്രമൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഈ കടയിൽ കുറച്ച് ചെറിയ കാശിനാണ് സാധനം കിട്ടുന്നത്, ആ കടയിൽ ഇതിലും കുറവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങളുടെ ക്വാളിറ്റി നോക്കാതെ ചിലപ്പോൾ നമ്മൾ വിലയിൽ ഒത്തിരി വില നോക്കി നമ്മൾ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് കൊണ്ടുവരാറുണ്ട്. ഒരു വാഹനമൊക്കെ മേടിക്കും, കുറച്ച് ചെറിയ കാശിന് വണ്ടി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ വണ്ടി മേടിക്കും, പക്ഷേ അതിൻ്റെയേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും എടുത്തു ചേരാറുണ്ട്. ഇതുപോലുള്ളൊരു മനോഭാവമായിരുന്നു അന്നത്തെ കാലത്ത് ജനങ്ങളുടെ. അവരുടെ ഈ ലോക ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അവരുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് മാറും. അവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തത കൊടുക്കുന്ന ഈശോയുടെ ആ വാക്കുകളാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടത്. അതായത് ഈ ഒരു ലോക ജീവിതത്തിന് വേണ്ടി മാത്രം കിടന്ന് അധ്വാനിക്കാതെ ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ ഒരു വലിയ സൗഭാഗ്യം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ലഭ്യമാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കും. രണ്ടാമതായിട്ട് വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ആളുകൾ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ദൈവഹിതം അനുസരിക്കുന്നവരാണ് അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം?
രണ്ടാമത്തെ ചോദ്യം അതാണ്, ഈശോയുടെ മുമ്പിലേക്ക് അവർ കൊടുക്കുകയാണ്. ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഈശോയോട് ചോദിക്കും. കാരണം ഈശോ ഒരു റബ്ബി അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട് ആളുകളെല്ലാം അംഗീകരിച്ചു. കാരണം ഈശോയുടെ പ്രബോധനങ്ങൾ അപ്രകാരം അധികാരത്തോടെ അവൻ സംസാരിച്ചു, പഠിപ്പിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ അവരുടെ സംശയങ്ങൾ മുഴുവൻ ഈശോയോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വീണ്ടും ഈശോ മറുപടി പറയുന്ന, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതായത് ഈശോ പറയുന്ന കാര്യം, എന്നിൽ വിശ്വസിക്കാം. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അതായത് നിത്യജീവൻ അവകാശമാക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസം. ആദിമസഭാ സമൂഹത്തിൽ അപ്പോസ്തലന്മാരും ആദിമസഭയും ഒരുപോലെ പ്രഘോഷിച്ച കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഒരു കോംപ്രമൈസും ഒരു വെള്ളം ചേർക്കലും ഒന്നും ഇല്ലാതെ ശക്തമായിട്ട് പഠിപ്പിച്ച ഒരു വലിയ ബോധ്യങ്ങളായിരുന്നു ഇത്. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം. അതായത് അവിടുന്ന് അയച്ചു, പിതാവായ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും ഈശോയുടെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, ഈശോയുടെ മനസ്സറിയുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് നമ്മൾ ഈശോയെ അന്വേഷിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ കുറച്ച് സുഖ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ എനിക്കൊരു വിശുദ്ധനായിട്ട് മാറണം, ഈശോയെ സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് തരണമേ. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ അതിനേക്കാൾ ഉയർന്ന കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. കൊളോസസുകാർക്ക് ഇത് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അതായത് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അവൻ സ്വർഗത്തിലെത്തുന്നത് വരെ അവൻ്റെ ജീവിതം ഒരു വലിയൊരു പരിശ്രമമാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ വളരുന്നവരായി ജീവിക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഈ സഹനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിലെടുക്കുന്ന ചില നിലപാടുകൾ, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു വലിയ നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കഴിഞ്ഞ ദിവസം ഒരു അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ തന്നെ സഭയിലൊരു അച്ഛനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രയാസകരമായൊരു കാര്യമായിരുന്നു മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ അംഗീകരിക്കുക, അതുപോലെ തന്നെ അവരെ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് കഠിനമായ ദേഷ്യമുണ്ടാകും, ശക്തമായ ദേഷ്യം. ഐ വാസ് ഷോർട്ട് ടെമ്പേർഡ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. ആളുകളെയൊക്കെ വഴക്കൊക്കെ പറയുന്നൊരു സ്വഭാവമായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ തീരുമാനമെടുത്തു. 40 ദിവസം ഉപവസിക്കുന്ന സമയത്ത് അച്ഛനെടുത്ത തീരുമാനമാണ്, ഇനി മുതൽ ഈ ഒരു 40 ദിവസം ആരോടും ദേഷ്യപ്പെടാതെ ഞാൻ ജീവിക്കും, ആരോടും ദേഷ്യപ്പെടാതെ. അങ്ങനെ 40 ദിവസം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് 41ാമത്തെ ദിവസം മുതൽ അച്ഛൻ ഒത്തിരി ശാന്തത. അച്ഛൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞത്, എൻ്റെ അന്ന് മുതലെടുത്ത ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഞാനൊരു 99% വിജയകരമായി മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളിതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ഒരു വലിയ ഇതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.